ഇവിടെ ഷൂ പോളിഷ് ചെയ്ത് കൊടുക്കുന്ന ചെറിയ പയ്യൻ തന്റെ അടുത്ത് പോളിഷ് ചെയ്യാൻ വരുന്ന ആൾക്കാരെല്ലാം അവരുടെ ബിസിനസ്സുകളെ പറ്റിയെല്ലാം സംസാരിക്കുന്നത് കേട്ട് അവൻ ഈ കാര്യങ്ങളെല്ലാം നോട്ട് ചെയ്ത് വെക്കുന്നു. ചെറുപ്രായത്തിലെ തനിക്ക് വലുതാവുമ്പോൾ ഒരു ബിസിനസ്സുകാരനാവണം എന്ന ആഗ്രഹമെല്ലാം വന്നതോടെ പയ്യൻ വലുതായ ഉടൻ തന്നെ ആ നാട്ടിലെ കുറേയധികം അപ്പാർട്ട്മെന്റുകളെല്ലാം വെറുതെ എടുക്കുന്നത് കണ്ട് അവന്റെ മനസ്സിൽ ഒരു ഐഡിയ എല്ലാം വരുന്നു. അവൻ ഒരു അപ്പാർട്ട്മെന്റ് കാലിയായി കിടക്കുന്നത് കണ്ട് അതിന്റെ ഓണറെ ചെന്ന് കണ്ട ശേഷം അയാളുടെ അടുത്ത് തനിക്ക് ആ അപ്പാർട്ട്മെന്റ് വാങ്ങാൻ താല്പര്യമുണ്ടെന്ന് പറയുന്നു. എന്നാൽ ഓണർ തനിക്ക് $35,000 വേണമെന്ന് പറഞ്ഞതും $30,000 മാത്രം കൈവശമുള്ള നായകൻ താൻ ബാക്കി പൈസ ഇൻസ്റ്റാൾമെന്റ് ആയിട്ടെല്ലാം തരാമെന്ന് പറയുന്നു. എത്രയൊക്കെ സംസാരിച്ചിട്ടും അതിന്റെ ഓണർ അതിന് സമ്മതിക്കാതെ വന്നതും അയാളുടെ വീട്ടിൽ ഒരു ബാങ്കിന്റെ കലണ്ടറെല്ലാം ഇരിക്കുന്നത് കണ്ട് നായകൻ നേരെ ആ ബാങ്കിലെ മാനേജറെ മീറ്റ് ചെയ്യാനായി പോകുന്നു. എന്നാൽ ആ മാനേജർ നായകനെ കാണാൻ കൂട്ടാക്കാതെ നിൽക്കുന്നത് കണ്ടതും അവൻ അന്ന് വൈകുന്നേരം മാനേജർ ബാങ്കെല്ലാം ക്ലോസ് ചെയ്ത് വീട്ടിലേക്ക് പോകുന്ന സമയം അയാളുടെ അടുത്ത് സംസാരിക്കാനായി ചെല്ലുന്നു. അവൻ താൻ ആ ഹൗസ് ഓണറിന്റെ ഫ്രണ്ടാണെന്ന് പറഞ്ഞ് തനിക്ക് ഒരു ലോണെല്ലാം അറേഞ്ച് തരാനായി പറയുന്നു. എന്നാൽ മാനേജർ നായകൻ പറയുന്ന ഈ കാര്യമെല്ലാം മൈൻഡാക്കാതെ വിടുന്നു. നായകൻ തന്റെ പേരും പറഞ്ഞ് ബാങ്ക് മാനേജറെ മീറ്റ് ചെയ്യാൻ പോയ കാര്യമെല്ലാം പറഞ്ഞതും ഹൗസ് ഓണർ നായകനെ വിളിച്ച് അവനെന്തിനാണ് അങ്ങനെയെല്ലാം ചെയ്തതെന്ന് തിരക്കുന്നു. നായകൻ താൻ 35,000 തയ്ക്കാൻ വേണ്ടി 5,000 ലോൺ അറേഞ്ച് ചെയ്യാൻ വേണ്ടി പോയതാണെന്ന് പറഞ്ഞതും അവന് ഈ അപ്പാർട്ട്മെന്റ് മേടിക്കാനുള്ള അതിയായ ആഗ്രഹം കണ്ട് അതിന്റെ ഓണർ അവൻ പറഞ്ഞ പ്രകാരം 5,000 ഇൻസ്റ്റാൾമെന്റ് ആയി തന്നാൽ മതിയെന്ന് പറയുന്നു. 2 മാസം കഴിഞ്ഞതും നായകൻ താൻ പറഞ്ഞ പ്രകാരം ഓണർക്ക് ബാലൻസ് ആയിട്ടുണ്ടായിരുന്ന $5,000 സെറ്റിൽ ചെയ്ത ശേഷം പ്രോപ്പർട്ടി എല്ലാം തന്റെ പേരിലേക്ക് മാറ്റുന്നു. അങ്ങനെ തന്റെ ബിസിനസ് എല്ലാം വളർന്നു വരുന്ന സമയം നായകൻ ഒരു ലോണിന് വേണ്ടി ആ മാനേജറെ മീറ്റ് ചെയ്യാനായി പോയതും അയാൾ ഇത്തവണയും തന്നെ മൈൻഡാക്കാതെ വിടുന്നത് കണ്ട് ഇതിൽ ദേഷ്യം വന്ന നായകൻ ആ ബിൽഡിങ്ങിന്റെ പുറത്തേക്ക് വന്നതും അവിടുത്തെ ബോർഡിൽ ഈ ബിൽഡിങ്ങിൽ മൊത്തം 6ഓളം ബാങ്കുകൾ ഉണ്ടെന്ന് മനസ്സിലാക്കിയ ഉടനെ ഇനി ഒരു ബാങ്ക് മാനേജറും തന്നെ അപമാനിക്കാൻ പാടില്ലെന്ന് പറഞ്ഞ് ആ ബാങ്കുകളെല്ലാം ഇരിക്കുന്ന ബിൽഡിംഗ് മൊത്തത്തിൽ വാങ്ങുന്നു. ഇതോടെ ഇത്രയും കാലവും തന്നെ മൈൻഡാക്കാതിരുന്ന ബാങ്ക് മാനേജർമാരെല്ലാം തന്നെ കണ്ട ഉടൻ തന്നെ തന്റെ അടുത്തേക്ക് നേരിട്ട് വരുന്നത് കണ്ട് നായകന് തന്റെ വിജയത്തിൽ വളരെയധികം സന്തോഷമെല്ലാം ആവുന്നു.